പൊള്ളാച്ചി ടൗണിൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്താണ് ഇപ്പോൾ ഉള്ളത്. ചായയൊക്കെ കുടിച്ച് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഞങ്ങളൊരു പൊള്ളാച്ചി പളനി വഴി രാമേശ്വരം ധനുഷ്കോടി ഒക്കെ പോകാനുള്ളൊരു പരിപാടിയിലാണ്. രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ 9 മണിയായപ്പോഴും ഇവിടെ എത്തി ചായയൊക്കെ കുടിച്ച് ഹായ് ഫ്രണ്ട്സ്, വാണ്ടർ ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാലക്കാട് നിന്ന് പൊള്ളാച്ചി വഴി പളനി ഭാഗത്തേക്ക് പോകുന്ന ഹൈവേൻ്റെ സൈഡിലാണ് ഞാനുള്ളത്. സുസ്ലോൺ എനർജിയുടെ ആയിരക്കണക്കിന് വിൻഡ് മില്ലുകളാണ് ഇവിടെ റോഡിൻ്റെ 2 ഭാഗത്തും കാണുന്നത്. സുസ്ലോൺ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിന് കൈമാറുകയാണ് ചെയ്യുന്നത്. റസാഖ് സാറിൻ്റെ ഇന്നോവയിൽ വാണ്ടർ ഗ്രൂപ്പിലെ ഞങ്ങൾ 5 പേരാണ് ഈ യാത്രയിലുള്ളത്. ഞാൻ അയ്യൂബ്, വണ്ടി ഓടിക്കുന്നത് റഷീദ് അലി, പിന്നെ റസാഖ്, നജീബ്, ഹംസ സാർ. ഇടയ്ക്കൊരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. മധുര രാമേശ്വരം റോട്ടിൽ ഞങ്ങളൊരു പള്ളി കണ്ടപ്പോൾ ഇവിടെ ജുമാക്ക് ഇറങ്ങിയതാണ്. 1:30 കഴിഞ്ഞു. ഇവിടെ തമിഴിലാണ് കുത്തുബ, നമസ്കാരമാവുന്നുള്ളൂ. NH49 മണ്ഡപത്തിൽ നിന്നും രാമേശ്വരം ഭാഗത്തേക്ക് യാത്ര ചെയ്യുകയാണ് ഞങ്ങൾ. ഇപ്പോൾ റോഡിൻ്റെ വലതുഭാഗത്തായി നല്ല നീല നിറത്തിൽ ഇന്ത്യൻ മഹാസമുദ്രം കണ്ടു തുടങ്ങിയിരിക്കുന്നു. കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നതോടുകൂടി റോഡിൻ്റെ ഇടത് ഭാഗത്ത് ബംഗാൾ ഉൾക്കടലും കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ 2 സമുദ്രത്തിൻ്റെയും നടുവിലൂടെ രാമേശ്വരത്തേക്കുള്ള പാത ഒരു നേർരേഖ പോലെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. NH49 ദേശീയപാതയിൽ മണ്ഡപത്തിനെയും പാമ്പൻ മെയിൻ ഐലൻഡിനെയും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന അന്നൈ ഇന്ദിരാഗാന്ധി ബ്രിഡ്ജ് എന്ന പാലത്തിലൂടെയാണ് ഞങ്ങളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 1988 ഒക്ടോബർ 2 മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് 2345 മീറ്റർ നീളമുള്ള ഈ പാലം യാത്രക്കായി തുറന്നുകൊടുത്തത്. ഇതിൻ്റെ ഇടതുവശത്തായി കാണുന്ന റെയിൽവേ പാലത്തിനെയാണ് പാമ്പൻ പാലം എന്ന് പറയുന്നത്. 1914 ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കടലിലൂടെയുള്ള ഏറ്റവും നീളം കൂടിയ റെയിൽവേ പാലമാണ് പാമ്പൻ പാലം. 2010 ബോംബെയിലെ വർലി ബാന്ദ്ര സീലിംഗ് പാലം തുടങ്ങുന്നതുവരെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലവും പാമ്പൻ പാലം ആയിരുന്നു. നാഷണൽ ജിയോഗ്രഫി ചാനൽ ലോകം മുഴുവൻ നടത്തിയ പഠനത്തിന് ശേഷം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അസാധാരണ റെയിൽ പാലം എന്ന ബഹുമതിയും പാമ്പൻ പാലത്തിന് നൽകിയിട്ടുണ്ട്. 144 സ്പാനുകളോടുകൂടി 2065 മീറ്ററിൽ ഇപ്പോൾ ബ്രോഡ് ഗേജായി ഉപയോഗിക്കുന്ന റെയിൽവേ പാലത്തിനെയാണ് പാമ്പൻ പാലം എന്ന് പറയുന്നതെങ്കിലും പൊതുവെ ഈ 2 പാലങ്ങളും പാമ്പൻ പാലം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. പാക്ക് കടലിടുക്കിലൂടെ കപ്പലുകൾക്ക് സഞ്ചരിക്കുന്നതിനായി മധ്യഭാഗം 2 ഭാഗങ്ങളായി മുകളിലേക്ക് ഉയർത്താവുന്ന രീതിയിലാണ് പാമ്പൻ പാലത്തിൻ്റെ നടുഭാഗം പണി കഴിപ്പിച്ചിട്ടുള്ളത്. 100 വർഷം മുമ്പത്തെ സാങ്കേതിക വിദ്യയിലാണ് ഈ പാലത്തിൻ്റെ നടുഭാഗം നിർമ്മിച്ചത് എന്നോർക്കുമ്പോൾ അത്ഭുതം തന്നെയാണ്. ലണ്ടനിൽ നിർമ്മിച്ച ഭാഗങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത്. 1964 ധനുഷ്കോടിയിലുണ്ടായ ചുഴലിക്കൊടുങ്കാറ്റിൽ പാമ്പൻ പാലത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്ന തീവണ്ടി കടലിൽ പതിച്ച് മുഴുവൻ ജനങ്ങൾക്കും ജീവഹാനി സംഭവിക്കുകയുണ്ടായി. പാലത്തിന് നാശനഷ്ടങ്ങളുണ്ടായെങ്കിലും
നടുഭാഗത്തിന് കാര്യമായ കേടുകൾ സംഭവിച്ചിരുന്നില്ല. അതുവരെ ധനുഷ്കോടി വരെ ഉണ്ടായിരുന്ന തീവണ്ടി ഗതാഗതം ഇപ്പോൾ രാമേശ്വരത്ത് അവസാനിപ്പിച്ചിരിക്കുക. ധനുഷ്കോടിയുടെ കാഴ്ചയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.